സോളാർ കേസുമായി ബന്ധപ്പെട്ട ഹർജിയിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് തിരിച്ചടി. കേസ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി കോടതി തള്ളി. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗണേഷ് കുമാർ സമർപ്പിച്ച ഹർജി കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് തള്ളിയത്. സോളാർ കേസുമായി ബന്ധപ്പെട്ട കത്തിൽ കൂടുതൽ പേജുകൾ പിന്നീട് കൂട്ടിച്ചേർത്തത് ഗൂഢാലോചനയാണെന്ന് ആരോപിച്ച് നൽകിയ ഹർജിയിലാണ് കോടതി നടപടികൾ തുടരുന്നത്. സോളാർ പ്രതി ജയിലിൽ നിന്ന് എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ 4 പേജുകൾ കൂട്ടിച്ചേർത്ത് ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് സുധീർ ജേക്കബാണ് ഹർജി നൽകിയത്. പരാതിക്കാരിയുടെ മുൻ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ നിർണായക മൊഴി നൽകി. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കൈപ്പറ്റിയ സോളാർ കേസ് പ്രതിയുടെ കത്ത് 21 പേജിൻ്റേതായിരുന്നെന്നും ഈ കത്ത് ആദ്യം മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ PA പ്രദീപ് കുമാറിനെയും പിന്നീട് ഗണേഷ് കുമാറിന്റെ ബന്ധുവായ ശരണ്യ മനോജിനെയും ഏൽപ്പിച്ചെന്നായിരുന്നു മൊഴി. മൊഴി നൽകിയതിൽ കൂടുതൽ തെളിവുകൾ കോടതി ഫെനിയോട് ആവശ്യപ്പെട്ടിരുന്നു. സോളാർ പ്രതിയും കെ.ബി. ഗണേഷ് കുമാറും 1ഉം 2ഉം പ്രതികളാണ്. എന്നാൽ ഈ കേസിൽ തിരഞ്ഞെടുപ്പ് കഴിയും വരെ തനിക്കെതിരെയുള്ള വിചാരണ നിർത്തിവെക്കണമെന്ന് കാട്ടിയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഹർജി നൽകിയിരുന്നത്. കേസിലെ നടപടികൾ തനിക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഹർജി പരിഗണിച്ച കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഹർജി തള്ളുകയായിരുന്നു. അതോടെ സോളാർ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് ഇനി തടസ്സമില്ലാതെ മുന്നോട്ടു പോകാനാകും. ഇതോടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സോളാർ കേസ് വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ഉയരുകയാണ്. അമൃത ന്യൂസ്, കൊല്ലം.